എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, എന്നാൽ പുരുഷന്മാർക്ക് സൗജന്യ യാത്രയില്ല. ഏറ്റവും കൂടുതൽ വാദിക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത്. എല്ലാ തലങ്ങളിലും പുരുഷനൊപ്പം സമത്വം വേണമെന്ന് സ്ത്രീകൾ വാദിക്കുന്നു. എന്നാൽ ഈ ഒരു KSRTC ബസ് യാത്രയിൽ ഈ ഒരു സമത്വം കണ്ടില്ല. സ്ത്രീകൾക്ക് മാത്രമായിട്ട് സൗജന്യം കൊടുത്തപ്പോൾ പുരുഷൻ അതിന് അർഹനല്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് അവർക്ക് സൗജന്യ യാത്ര നിഷേധിച്ചു എന്നാണ് പുരുഷന്മാർ പറയുന്നത്. എന്നാൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ പുരുഷന് സൗജന്യ യാത്ര കൊടുക്കാതെ സ്ത്രീക്ക് എന്തിനാണ് ഈ ആനുകൂല്യം കൊടുത്തത്? അങ്ങനെ നോക്കിയാൽ പുരുഷനേക്കാളും തുല്യത കുറഞ്ഞല്ലേ സ്ത്രീകൾക്ക് വന്നിട്ടുള്ളത്? അല്ലായിരുന്നുവെങ്കിൽ സമത്വം എന്ന് പറയുമ്പോൾ തുല്യതയാണ്. രണ്ടുപേർക്കും ഒരുപോലെ ലഭിക്കേണ്ടുന്ന ഒന്നാണ് ഇക്വാലിറ്റി എന്ന് പറയുന്നത്, സമത്വം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ സ്ത്രീക്ക് മാത്രം ലഭിച്ചു, പുരുഷന് ലഭിച്ചില്ല. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സമ്പത്തുള്ളവരും സമ്പത്തില്ലാത്തവരും എല്ലാ പേർക്കും ഈ ഒരു കൺസെഷൻ ലഭിക്കുന്നു. ഇപ്പോൾ യാത്ര ചെയ്യാതിരുന്ന ആളുകൾ, അല്ലെങ്കിൽ ദൂരസ്ഥലങ്ങളിൽ പോകാതിരുന്നവർ, അല്ല എങ്കിൽ ബസ്സിൽ കയറുവാൻ മടിച്ചിരുന്നവർ ഒക്കെ ഇപ്പോൾ സൗജന്യ യാത്ര വന്നതിന് ശേഷം ഭയങ്കരമായ യാത്രയിലാണ്. ട്രിപ്പുകൾ പോകുന്നു, കാരണം സൗജന്യമായ യാത്രയുണ്ട്. KSRTC ബസ്സിൽ കയറി ഇരുന്നാൽ മാത്രം മതി, നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അവർ കൊണ്ടുവന്ന് വിടും. എന്തായാലും വളരെ നല്ല കാര്യം തന്നെയാണ്. എന്നാൽ എനിക്കൊരു റിക്വസ്റ്റ് പറയുവാനുള്ളത്, അർഹതപ്പെട്ടവർക്ക് അർഹതയുള്ളത് ചെയ്തു കൊടുക്കുക. നമ്മുടെ പഠിക്കുന്ന കുട്ടികൾക്ക് കൺസെഷൻ കൊടുക്കുന്നത് പോലെ അർഹതപ്പെട്ട സ്ത്രീകൾക്ക് ഒരു കൺസെഷൻ കൊടുത്താൽ, കൺസെഷൻ കാർഡ് പോലെ അങ്ങനൊരു കൺസെഷൻ കൊടുത്താൽ വളരെ നന്നായിരിക്കും. കാരണം വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, പാവപ്പെട്ടവർ, നിരാലംബരായിട്ടുള്ളവർ, അങ്ങനെയുള്ളവരെ കണ്ടെത്തി ഒരു സെൻസസ് നടത്തി വളരെയധികം പാവപ്പെട്ടവർ, അതിന് അർഹതയുള്ളവരെ കണ്ടെത്തി ഒരു കൺസെഷൻ കാർഡ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഈ കൺസെഷൻ കാർഡുമായിട്ട് ബസ്സിൽ കയറുന്നവർക്ക് ഈ ഒരു ആനുകൂല്യം കൊടുത്താൽ വളരെ നന്നായിരിക്കും. അല്ലാതെ വളരെയധികം സമ്പത്തുള്ളവർ, ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് സ്കൂട്ടറിലും കാറിലും ഒക്കെ പോയിരുന്നവർ ഇപ്പോൾ ബസ്സിലാണ് യാത്ര. അതൊക്കെ അവരവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അർഹതപ്പെട്ടത് അർഹതയുള്ളവർക്കാണ് ലഭിക്കേണ്ടുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഒരു കൺസെഷൻ കാർഡ് ചെയ്തു കഴിഞ്ഞാൽ അർഹതയുള്ളവർക്ക് സൗജന്യമായി യാത്ര ചെയ്യുന്നതിൽ പുരുഷന്മാർക്കോ സ്ത്രീകൾക്കോ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അവർ വളരെയധികം സ്വാഗതം ചെയ്യും. അത് സ്ത്രീകൾക്ക് മാത്രമല്ല കൊടുക്കേണ്ടത്, പുരുഷന്മാർക്കും. കാരണം നമുക്കറിയാം, ഇന്ന് നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ വളരെ പാവപ്പെട്ടവരുണ്ട്, ജോലിക്ക് പോകുവാൻ കഴിയാതെ വളരെയധികം ഭാരപ്പെട്ട് കഴിയുന്നവരുണ്ട്, നിത്യേനയുള്ള വരുമാനമില്ലാത്തവരുണ്ട്, വളരെ കഷ്ടതയിൽ താമസിക്കുന്നവരുണ്ട്. അവരെയൊക്കെ കണ്ടെത്തി ഒരു സെൻസസിൽ കൂടെ ഒരു കൺസെഷൻ കാർഡ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അർഹതയുള്ളവർക്ക് യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് വേണ്ടത്, സ്ത്രീകൾക്ക് വേണ്ടുന്ന ആ ഒരു സൗജന്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു KSRTC ബസ്സിലുള്ള ഫ്രീ ആയിട്ടുള്ള യാത്രയേക്കാൾ ഉപരി സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന, അല്ലെങ്കിൽ കുട്ടികൾക്കും പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമം, പീഡനങ്ങൾ, ബലാത്സംഗങ്ങൾ, കൊലപാതകങ്ങൾ, ഇതിനെതിരായിട്ടുള്ള നിയമ നടപടിയാണ് സ്ത്രീകൾക്ക് വേണ്ടുന്നത്. നമ്മളിപ്പോൾ കണ്ടു, 32 വയസ്സുള്ള ഒരു അങ്കണവാടി ഹെൽപ്പറെ പീഡിപ്പിച്ച് കൊന്നു എന്നുള്ളത്. ആ ഒരു കുടുംബത്തിന് ഒരമ്മയെ നഷ്ടപ്പെട്ടു, ഭാര്യയെ നഷ്ടപ്പെട്ടു, അപ്പനും അമ്മയ്ക്കും മകളെ നഷ്ടപ്പെട്ടു, നല്ലൊരു ഹെൽപ്പറെ, കുഞ്ഞുങ്ങളെ പരിലാളിച്ചിരുന്ന നല്ലൊരു ആയയെ നഷ്ടപ്പെട്ടു.
ഇതിനെന്ത് മറുപടിയാണ് നൽകുവാൻ കഴിയുന്നത്? തിരിച്ചു നൽകുവാൻ സാധിക്കുമോ? ഞാൻ പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടുന്ന സമത്വം എന്ന് പറയുന്നത് ഇവിടെയാണ്. പുരുഷൻ ഇപ്പോഴും ഈ വിഷയങ്ങളിൽ അവർ മേൽക്കോയ്മ കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകൾക്ക് എന്ത് നീതിയാണ് ലഭിക്കുന്നത്? എന്ത് നിയമമാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്നത്? അതിനാൽ നമുക്ക് വേണ്ടുന്നത് ഒരു സൗജന്യ യാത്രയല്ല, സൗജന്യമായിട്ടുള്ളതൊന്നുമേ അല്ല. സ്ത്രീക്ക് വേണ്ടത് നിയമപരിരക്ഷയാണ്. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് തക്കതായ ശിക്ഷ നൽകുക. ഇനി ആരും തന്നെ സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമങ്ങൾ കാണിക്കാത്ത തരത്തിലുള്ള നിയമ നടപടികൾ, ശിക്ഷാ നടപടികൾ കൊണ്ടുവരേണ്ടുന്നത് ആവശ്യമാണ്. ഇവിടെയാണ് സ്ത്രീയും പുരുഷനും സമത്വത്തിലേക്ക് പോകുന്നത്. നമുക്കിതിനെതിരായിട്ട് നമുക്ക് ചിന്തിക്കാം, പ്രവർത്തിക്കാം. അടുത്ത വീഡിയോ വരും വരേക്കും ബൈ.